ശ്രീ റജി ലൂക്കോസ്, ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. ഏത് അടിസ്ഥാനത്തിലാണ് ബ്രൂവറിക്ക് അനുമതി നൽകുന്നതിലേക്ക് സർക്കാർ പോകുന്നത്? അതിൻ്റെ ജൈവപരമായ കാരണങ്ങൾ, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ, നേട്ടം, ഇതൊക്കെ വശം വെച്ചിട്ടാണ്. മാത്രമല്ല, ഇനി ഇതിനകത്ത് ഈ ഹർജിക്കാർ ആരോപിച്ചതുപോലെയുള്ള ആരോപണങ്ങൾ മുമ്പോട്ട് വരുന്ന ഘട്ടത്തിൽ ഭൂഗർഭജല ചൂഷണം, ഇതായിരുന്നു ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. അന്ന് മുതൽ തന്നെ സർക്കാർ, ഇന്നിപ്പോൾ എം പി രാജേഷും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ്, ഭൂഗർഭജലം ഒരു തുള്ളി എടുക്കില്ല. ഇപ്പോഴും എം പി രാജേഷ് പറയുന്നു ഒരു തുള്ളി എടുക്കില്ല. ജലസേചന വകുപ്പ്, ജല അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ പൈപ്പ് ലൈൻ വഴിയുള്ള വെള്ളമല്ലാതെ ഈ കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല, അത് ഉറപ്പാണ്. അത് കമ്പനിയിൽ നിന്നും ആ അർത്ഥത്തിൽ മാത്രമേ കമ്പനിക്ക് അനുമതി നൽകുന്നുള്ളൂ. പിന്നീട് എങ്ങനെയാണ് ഈ ജലചൂഷണം എന്ന വകുപ്പ് വരുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ കോടതിയുടെ വിധി യഥാർത്ഥത്തിൽ തിരിച്ചടിയല്ല, അത് സാങ്കേതിക അർത്ഥങ്ങളെ സ്പർശിച്ച് മാത്രമുള്ളതാണ് എന്ന് എം പി രാജേഷ് വിശദീകരിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, സർക്കാരിന് ഈ പ്രാഥമിക നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് മുമ്പോട്ട് പോകാം ആ അർത്ഥത്തിൽ പോവുകയാണെങ്കിൽ എന്നും കോടതി പറയുന്നു. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെയോ ബ്രൂവറി തീരുമാനത്തിന് എതിരെ ഉള്ള ഒരു വിധിയേ അല്ല ഈ കോടതിയുടേത്. ഞാൻ പറഞ്ഞത് ഭൂഗർഭജലം ഊറ്റില്ല. തീർച്ചയായിട്ടും അജിംഷാദ്, അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഭൂഗർഭജലം ഊറ്റില്ല എന്നുള്ളതിന്റെ ഒരു എഗ്രിമെന്റ് അതിനകത്തുണ്ട്. ജലസേചന വകുപ്പുമായി ബന്ധപ്പെട്ട് 2 ഡാമിൽ നിന്നും, മംഗലം ഡാമിൽ നിന്നും അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഏതാനും കിലോമീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ വരും, ശുദ്ധജലം വരും. അപ്പൊ ഭൂഗർഭജലം ഊറ്റുക എന്നുള്ള വിഷയമേ അതിനകത്തില്ല. യഥാർത്ഥ വസ്തുത പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പൈപ്പ് വെള്ളം അത് ഓൾറെഡി തന്നെ എഗ്രിമെന്റ് ആയിട്ടുണ്ട് നമ്മുടെ ജലസേന വകുപ്പുമായിട്ട്. കാരണം നമ്മുടെ 2 ഡാമിലെ വെള്ളം പലതും വേസ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുക. അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ടാണ് ഈ ബ്രൂവറി. പക്ഷെ ഇതിന്റെ പിന്നിൽ വേറൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് കർണാടകയിലെയും ഹരിയാനയിലെയും ഈ പറയുന്ന ഈ ബിയർ ഉൽപ്പാദിപ്പിക്കുന്ന വൻകിട കമ്പനിക്കാരുടെ എന്താ പറയാ, അവരുടെ ആദായം കുറയും. 2860 രൂപയാണ് ഈ കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് ഒരു വർഷം കേരളത്തിന് നഷ്ടമാകുന്നത്. കേരളത്തിൽ ലഭിക്കുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ. കാരണം ഒരു ബോട്ടിൽ തന്നെ ഈ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ 6 രൂപ വെച്ച് ഒരു ബോട്ടിൽ വരും. അപ്പൊ 2600 ശിഷ്ടം രൂപ ഒരു വർഷം ആ രീതിയിൽ തന്നെ കേരളത്തിന്റെ ഖജനാവിലേക്ക് വരും, യാതൊരു ഇതുമില്ലാണ്ട്. 600 ആളുകൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും അതിൽ ഇരട്ടി ആൾക്ക് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് തന്നെ ചെലവ് കൂടുതലാണ്. ഇപ്പോൾ കർണാടകയിൽ നിന്ന് ഇവിടെ എത്തുന്ന കണക്കുകൾ അനുസരിച്ച് ഓരോ ലിറ്ററിനും അല്ലെങ്കിൽ ഓരോ ടണ്ണിനും അല്ലെങ്കിൽ ഓരോ അളവനുസരിച്ച് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കൂടും. പക്ഷേ ഇവിടെ എലപ്പുള്ളിയിലാണെങ്കിൽ അത് കുറയുകയാണ് ചെയ്യുന്നത്. അത് ഉപഭോക്താവിനെ സംബന്ധിച്ച് ബിയർ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു സംസ്ഥാനമായ കേരളത്തിലേക്ക് ഈ ഉത്തരേന്ത്യയിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുമ്പോൾ ലഭിക്കുന്ന ആ എമൗണ്ട് കൂടാതെ തന്നെ ടാക്സ്, ഇത് കേരളത്തിന്റെ ഖജനാവിലേക്ക് വരുന്ന 2600 കോടി രൂപ ഒരു വർഷം. ഒരു തുള്ളി വെള്ളം ഭൂഗർഭജലം എടുക്കുന്നില്ല. ഇവർ പറയുന്നത് കൊക്കക്കോളയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിന് മുന്നിൽ നിന്നുള്ള വെറും അസംബന്ധം. കൊക്കക്കോളയ്ക്ക് വേണ്ടിയിട്ട് സമരം ഇന്നും അർത്ഥവത്ത. കാരണം അത് ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്ന, അത് നമ്മൾ ആരും അതിനോട് അനുഭവിക്കാൻ പറ്റത്തില്ല. ഇവിടെ കർണാടക ലോബിയുടെ കോടിക്കണക്കിന് രൂപയുടെ തിളക്കത്തിന്റെ പേരിലാണ് ഇവരെ ആരോപിക്കുന്നതെന്നുള്ളൊരു അണ്ടർസ്റ്റുഡാണ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. കർണാടക ലോബിക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത്. കർണാടക ലോബി അവർക്ക് കിട്ടേണ്ട പണം കേരള സംസ്ഥാന സർക്കാരിന് കിട്ടുന്നതിലുള്ള പ്രശ്നമാണ് ഈ പ്രതിപക്ഷത്തെ ഇളക്കി വിടുന്നതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ നമ്മൾ കെഫോണെതിരെ ഈ കേരളത്തിൽ ഇവർ നടത്തിയ സമരങ്ങളുടെ പിന്നാമ്പുറം എന്താണ്? ആ പിന്നാമ്പുറത്തിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ കേരളത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി വന്നാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ വരുമാനം കൂടുകയും ഇവിടെ തൊഴിൽ കിട്ടുകയും ചെയ്യുമ്പോൾ അപ്പുറത്തെ വരുമാനം കുറയുന്നതിന്റെ പേരിൽ അവരുടെ ലോബി നടത്തുന്ന ലോബിങ്ങിന്റെ പേരിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ എലപ്പള്ളിയിലെ ജനങ്ങൾ ആർക്കാ വിധി എഴുതിയത്? നമ്മൾ ആലോചിച്ച് കാര്യം, ചുറ്റോട്ടത്തെ പഞ്ചായത്തുകൾ ആർക്കാ വിധി എഴുതിയത്? ഈ മാഫിയക്കെതിരെയാണ് വിധി എഴുതിയിരിക്കുന്നത്. അപ്പൊ തോറ്റു. അപ്പൊ അതിൽ നിന്ന് അർത്ഥമാക്കുന്ന എന്താ? കേരളത്തിലെ എവിടെയെങ്കിലും എന്തെങ്കിലും വ്യവസായ സംരംഭങ്ങൾക്ക് 100-200 ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംരംഭമാണെങ്കിലും അത് ചിലരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ തടയുന്നുള്ള നഗ്നമായ ചിത്രമാണ് ഇപ്പോൾ അവിടുന്ന് വരുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിലാണ് കോടതി ആരോപിച്ചിരിക്കുന്നത്. എന്താ? ഭൂഗർഭജലത്തിന്റെ ലഭ്യത നഷ്ടമെന്ന് പറഞ്ഞാൽ ഇവരുടെ വാദഗതിയാണ്. അത് കൃത്യമായ രീതിയിൽ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷയം അതിൽ ഭൂഗർഭജലത്തിന്റെ ഒരു തുള്ളി പോലും അവിടെ നിന്ന് എടുക്കുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. വെറുതെ കിടക്കുന്ന വെള്ളം, നല്ല ഡാമിലെ വെള്ളം, ശുദ്ധമായ ജലമാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് നിരവധി ആളുകൾക്ക് തൊഴിലും കോടാനുകോടി രൂപയുടെ വരുമാനമാണ്. അത് അതിനകത്തെ നടപടികളുടെ വിശദീകരണം എന്ന് പറയുന്നത്. താങ്ക് യു റജി ലൂക്കോസ്.